സബർമതിയിൽ 2 ദിവസത്തെ AICC സമ്മേളനം കഴിഞ്ഞു. എന്നിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പിന്നാലെ പറയാം. കോൺഗ്രസിന്റെ അല്ലേ സമ്മേളനം കഴിഞ്ഞത്, അതിനകത്തുനിന്ന് എന്ത് പ്രയോജനം ഉണ്ടാകാനാ? അവരുടെ വഞ്ചി എപ്പോഴും തിരുനക്കര തന്നെയാണ് നിൽക്കുന്നത്. അവിടെ എടുത്ത തീരുമാനം ഗംഭീരമാണ്. അതായത് പദവി വേണോ പണിയെടുക്കണം. അപ്പൊ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവി വിതരണം ചെയ്യുന്ന ഒരിടമാണ്. പദവി ഉണ്ടെങ്കിലേ കോൺഗ്രസിനകത്ത് ആളുള്ളൂ എന്നർത്ഥം. പദവി കിട്ടാതെ വരുമ്പോൾ പദവി കൊടുക്കാൻ വേണ്ടി മറ്റു ചില പാർട്ടിക്കാരിങ്ങനെ നോക്കിയിരിക്കും, അവരുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിലും കേന്ദ്രത്തിലുമായിട്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിച്ച കോൺഗ്രസിന്റെ പഴയ തിരുത തോമസ്, KV തോമസ്, ആ മഹാൻ ഇപ്പൊ എവിടെ നിൽക്കുന്നു? പിണറായിയുടെ കാൽ കീഴിൽ കിടക്കുകയാണ്. കാരണം ഈ നാണം കെട്ട് കഴിഞ്ഞാലും പണം കിട്ടുമല്ലോ. ആ പണം മുഴുവൻ വാങ്ങി അതിലൂടെ തന്റെ അഭിമാനവും വിറ്റ് KV തോമസ് ജീവിക്കുന്നു. പൂന്താനം എത്രയോ കാലത്തിന് മുമ്പ് എഴുതി വെച്ചതാണ്, എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും എന്ന്. ഈ കവികളൊക്കെ എത്രത്തോളം ദീർഘദർശികളാണ് എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. കാരണം അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയുസ് കുറയുന്തോറും ആർത്തി മൂത്താണ് വരുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ അമരത്ത് തന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നത് ആരെയാണ്? മല്ലികാർജുൻ ഖാർഗെ. ഈ കടൽക്കിഴവന്മാരുടെ ഒരു ഇടമാണ് ഈ കോൺഗ്രസിൻ ഓഫീസ് എന്ന് പറയുന്നത്. ഈ മല്ലികാർജുൻ ഖാർഗെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഇടവും മലവും ഒക്കെ ഇരിക്കുന്നത് ആര്? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ആ കുടുംബമാണ് കോൺഗ്രസിനെ നോക്കുന്നത്. കോൺഗ്രസിനെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ കുളിപ്പിച്ച് കടത്തുന്നത്, നശിപ്പിച്ച് നാറാണക്കല്ല് കണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അവർക്ക് ആ കുടുംബത്തിൽ നിന്ന് അധികാരം വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ചതാണല്ലോ ശശി തരൂര്. ശശി തരൂരിനെ അന്ന് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് പാർലമെന്റിൽ ഉള്ളതിനേക്കാൾ ഒരു 10 സീറ്റെങ്കിലും കൂടുതൽ നേടിയേനെ. കാരണം ഈ തരൂരിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബക്കാർക്ക് ഭരിക്കാൻ പറ്റത്തില്ലല്ലോ. മല്ലികാർജുൻ ഖാർഗെ ആകുമ്പോൾ പ്രശ്നമില്ല, അവിടെ ഇരുന്നോളും. ഖാർഗെ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഒരു കുശിനിക്കാരനാണ്. കുശിനിക്കാര് വീട് കയറി ഭരിക്കത്തില്ലല്ലോ. വീട്ടിലെ പിന്നെ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കത്തേ ഉള്ളൂ. അതുപോലെയാണ് കോൺഗ്രസിന്റെ ഒരു പാതയായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. അവരാണ് ഇപ്പോൾ പറയുന്നത്, ഈ താഴെ തട്ടിലൊക്കെ ഉള്ളവർ പണിയെടുക്കണം, പണിയെടുത്തില്ലെങ്കിൽ പദവി കൊടുക്കത്തില്ല. അപ്പൊ പദവിക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നോക്കിക്കേ, മാവേലിക്കര MP, 8-9 തവണയായിട്ട് MP ആണ്. ഒന്നും തന്നെ ആ മണ്ഡലത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് അവിടുത്തെ വോട്ടർമാർ പറയുന്നത്. എന്നാൽ ഇനി താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതുതലമുറയ്ക്ക് കൊടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും മത്സരിക്കുക. അതിനോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിൽ വേറെ എന്തെങ്കിലും സ്ഥാനം ഉണ്ടെങ്കിൽ അതും കൂടി ഏറ്റെടുക്കാൻ വേണ്ടി നടക്കുകയാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിനും അതുപോലെയുള്ള കുറെ പേരുമൊക്കെ. അതുപോലെ കോൺഗ്രസ് പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലും വന്നാലോ അവര് ഒട്ടും നേരെ മണ്ണം മുമ്പോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ഇപ്പോൾ G. സുധാകരൻ തന്നെ കേരളത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നപ്പോൾ അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വന്നത്. നാട്ടിലുള്ളവരും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്, ഇനി ഈ പാർട്ടി നന്നാകും. ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ഈ
നായുടെ വാലുണ്ടല്ലോ, ഈ പന്തീരാണ്ട് കാലം കുഴലിട്ടാലും അത് പിന്നെ ആ കുഴൽ എടുത്തു കഴിയുമ്പോഴും പിന്നെ എങ്ങനെ ആയിരിക്കും? വളഞ്ഞേ ഇരിക്കുകയുള്ളൂ. നായുടെ വാല് പോലെ തന്നെയാണ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും. ഈ ജി സുധാകരൻ ഇതിനെ ഒരു സെമി കേഡർ ആക്കാൻ വേണ്ടിയാണ് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഒടുവിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ നില തന്നെ തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഇവിടുത്തെ ഒടുക്കത്തെ ഒരു ഗ്രൂപ്പും മറ്റ് പലതരത്തിലുള്ള ചേരിതിരിവും കാരണമാണ്. ഇപ്പോൾ തന്നെ 2026 ഭരണം കോൺഗ്രസ് അങ്ങ് ഏറ്റെടുക്കുമെന്നും പറഞ്ഞങ്ങ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പിണറായി വിജയനെ കേരളത്തിന് മടുത്തു എന്നും പറഞ്ഞ്. ശരിയാ, കേരളത്തിന് മടുത്തു. പക്ഷെ എന്ന് വിചാരിച്ചു കോൺഗ്രസ്സുകാരെ വരിക്കുമോ? അതൊന്നുമില്ല. വരിക്കും എന്നുള്ള ധാരണയില് കാത്തിരിക്കുകയാണ് ഈ അലക്കി വെളുപ്പിച്ച കതറും ഒക്കെ ഇട്ട് കുറെ ഭൈമി കാമുകന്മാര്, രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ശശി തരൂരും പിന്നെ ഡൽഹിയിൽ ഇരിക്കുന്ന മറ്റൊരു പുങ്കവൻ KC വേണുഗോപാലും ഒക്കെ. ഇതാണ് കോൺഗ്രസിന്റെ കുഴപ്പം. അധികാരത്തിന് വേണ്ടി ഇങ്ങനെ കാല് പിടിച്ചു കയറി പോകുമെന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ പണിയെടുത്താലേ പദവി കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് പണിയാണ്? മൂത്ത ഈ നേതാക്കന്മാരുടെ താഴെ കുറെ പേര് പെട്ടിയെടുക്കാൻ കാണും. ഈ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെയാണല്ലോ. ഒരാൾ നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഉണ്ടെങ്കിൽ ആ നേതാവിന് ചുറ്റും പലരെ കൊണ്ടങ്ങ് വലയം ചെയ്യും. ആ നേതാവിന് എന്തെങ്കിലും അധികാരം ഉണ്ടാകണം. നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ. ഉമ്മൻചാണ്ടിക്ക് കൈയൊന്നും ഉയർത്താൻ പോലും കഴിയത്തില്ല. അത് മറ്റുള്ളവരുടെ മുഖത്തേക്ക് തട്ടും. അത്ര ചേർന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ പോലും അദ്ദേഹത്തിന് സ്വസ്ഥത കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുപോലെ ഈ കോൺഗ്രസിലെ മറ്റു നേതാക്കന്മാർക്കൊക്കെ തന്നെ കുറെ ശിങ്കിടികളെ എപ്പോഴും കൂട്ടും. അവരാണെങ്കിൽ പെട്ടിയെടുക്കും. ഇവർക്ക് വേണ്ടതായ ശിങ്കിടി പണികളും ഒക്കെ ചെയ്തു നിൽക്കും. ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം. ഒരു കോൺഗ്രസിന്റെ ഒരു പൊതുയോഗം വെച്ച് ആ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് 4 പേരായിരിക്കും. അപ്പോൾ വേദിയിൽ 4 കസേര. 4 കസേരയെ കാണത്തുള്ളൂ. 4 നേതാക്കന്മാരും അതിലിരിക്കും. പക്ഷെ സ്റ്റേജിൽ അകത്ത് നിറഞ്ഞു നിൽക്കും ഒരു 40 പേര്. സ്റ്റേജിന്റെ ബലക്കുറവുണ്ടെങ്കിൽ, ഇവരുടെ ആയുസ്സിന് ദൈർഘ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകാം. അതാണ് സ്ഥിതി, കോൺഗ്രസിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. കോൺഗ്രസ് അത് നന്നായി വരണമെന്നുണ്ടെങ്കിൽ കാലം കുറെ എടുക്കും. ഇവര് പണിയെടുക്കണമെന്ന് പറയുന്നു. പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിലെ ചോട്ടാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരോട് പറയണം. അതായത് വെയിൽ കൊള്ളണം. ഇപ്പൊ പോസ്റ്റർ ഒട്ടിക്കുക, ചുവരെഴുതുക മാത്രമല്ല, നിരവധി ജനകീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് മുന്നിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച് അത് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണും. സർക്കാരിനെതിരെ പ്രതിഷേധിക്കണം. 2ാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറാകുകയാണ്. ഇനി 1 വർഷം മാത്രം ബാക്കി നിൽക്കേയുള്ളൂ. 2ാമത് പിണറായി സർക്കാർ വന്നു കഴിഞ്ഞ് പിന്നീട് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങാണ്. പിണറായിയും പിണറായിയുടെ മകളും കുടുംബവും എന്തിന് പാർട്ടി പോലും പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുകയാണ്. ഈ അവസരത്തിൽ അതിനെ മുതലാക്കാനായിട്ട് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. അവര് നിയമസഭയിൽ മാത്രം കുരയ്ക്കും. ശീതീകരിച്ച മുറിയല്ലേ, അതിനകത്ത് മാത്രം കുരച്ചിട്ട് കാര്യമുണ്ടോ? നിരവധി ജനകീയ പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും അവസാനത്തെ കാര്യം തന്നെ നോക്കിക്കോ. കേരളത്തിലെ 10,000 ആശാ വർക്കർമാരുണ്ട്. അവരുടെ സമരം സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ തുടങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, സപ്ലൈകോയില് സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സപ്ലൈകോയില് സബ്സിഡി സാധനങ്ങളില്ല, പൊതുവിപണിയിൽ വിലക്കയറ്റം, പിന്നെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അഴിമതി കഥകള്. ഇതിനെതിരെ മാത്രം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നാൽ മതിയായിരുന്നു, കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറയണം. അതിന് തലപ്പത്താരിയിരിക്കുന്നു പപ്പു മോനെ കൊണ്ട് ഇനി ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും
പദവി വേണോ പണിയെടുക്കണമെന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും കോൺഗ്രസിനകത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്.